പെരുന്നാളായിട്ട് കമ്പിത്തിരി കത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അതിൻ്റെ മിന്നാട്ടം. രാത്രി 1:30 മണിയ സമയം കേട്ടോ. പൂത്തിരികൾ മിന്നും കൊണ്ടിരിക്കുന്നു, പൂത്തിരികൾ മിന്നും കൊണ്ടിരിക്കുന്നു. പെരുന്നാളിൻ്റെ ആഘോഷത്തിമിർപ്പിൽ തീരത്തിങ്ങനെ ഒരു എന്താ പറയുക മെഴുകുതിരിമെന്ന് കത്തിക്കുകയാണ്. ഓ, ലൈറ്റ് കത്തി. ഒരാളത് രക്ഷപ്പെട്ട് കിട്ടിയിട്ടുണ്ട്. അടുത്ത ആൾ എന്താണെന്ന് അറിയില്ല, അവർ ഫുള്ള് സന്തോഷത്തിലാണ്. ഓക്കെ, തമന്ന, തമീമ, റിനൂബ. അതന്നെ മരുന്ന് തീർന്നാൽ കെടും, അത് കുഴപ്പമൊന്നുമില്ല. കെട്ടുകാരെങ്കിൽ സങ്കടപ്പെടാനൊന്നുമില്ല. അടുത്ത ടീം ഇതാ ഇത് കത്തിക്കാനുള്ള പരിപാടിക്ക് നിൽക്കണതാണ്. ഓക്കെ, വെയിറ്റ് കത്തുമെന്ന് പ്രതീക്ഷിക്കാം. അതിനൊരു ശിശു നാക്കുമ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെ റൗണ്ട് ചെയ്ത് കളിക്കടാ, അങ്ങനെയല്ലേ സംഭവം. ഓക്കെ, വീടിൻ്റെ കൊലായിൽ നിന്നിട്ടാണ് ഈ വക അഭ്യാസങ്ങളൊക്കെ കേട്ടാ. ഓക്കെ, സബാസ്. റീനുവിന് മിന്നലിൻ്റെ ആൾ. റീനു ഇത് എങ്ങനെ മിന്നും, നല്ല അടിപൊളിയിട്ട് മിന്നും. സബാസ്. പെരുന്നാളിൻ്റെ തിമിർപ്പിൽ റിനുബത ആസ്വദിച്ച് അറമാദിച്ച് മിന്നിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, എന്തായാലും സന്തോഷം, മക്കളുടെ സന്തോഷമാണ് നമ്മുടെ സന്തോഷം. ഓക്കെ, കണ്ട കമ്പിത്തിരിടുമ്പോൾ ഒന്ന് മേശപ്പ് കത്തിക്കുന്നു. അത് ഫയലായി നമുക്ക് ഫയലായി. ഓക്കെ, ജസ്റ്റ് വെയിറ്റ്. പ്രതീക്ഷ. അടിപൊളി. എന്ത് ഉയരത്തിലാണ് മതി. മൂന്ന് പേരോട് ഒരുമിച്ച് ഒരു തിരുമ്പതിന് കത്തി. അതെ, ഒന്ന് 2 റെഡിയായി. അതാ പറ, ചിലടത്ത് റെഡിയാവും, ചിലടത്ത് റെഡിയാവില്ല. മിന്നൽ ഇതിൽ മിന്നൽ ഒന്ന് 1ാം സ്ഥാനത്ത് എത്തിക്കണത് റിനൂബ, 2ാം സ്ഥാനം തമീമ, 3ാം സ്ഥാനത്താണ് തപ്പോട് തമ്മന്നെ വരുള്ളൂ. ഓക്കെ, അടിപൊളി. മിന്നൂട് മിന്നലേ പൂത്തിരി മിന്നലേ. ഓക്കെ, സൂപ്പർ. അപ്പോൾ ഇതോടുകൂടി എന്താ പറയുക, ഈ ഇന്ന് രാത്രിത്തെ വെളുപ്പായിട്ട് സമയം ഇപ്പോൾ 1:30 മണിയൊക്കെ. ഇന്നത്തെ ദിവസത്തിൻ്റെ ഈ എന്താ പറയുക 2ാം പെരുന്നാളൊക്കെ കടന്നു. 2ാം പെരുന്നാളിന് വെൽക്കം ചെയ്യണം. ഓക്കെ, എനിവേ അതുതാ കേക്ക് ചെയ്യാൻ വേണ്ടി പോണേണ് മക്കൾ. അറമാജിപ്പോൾ എന്തോരം കത്തിച്ച് വിട്ടെന്നറിയും. ചിലതൊന്നും ഷൂട്ട് ചെയ്തിട്ടില്ല, കുറേ കത്തിച്ച് വിട്ടു, മേശപ്പൂ കത്തിച്ചു, എല്ലാം അടിപൊളിയാണ്, വൈബാണ്. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മളെ വീട്ടിലെ ഫ്രണ്ടിലുള്ള സീനറിയാണ്. ഓക്കെ, ഇഷ്ടപ്പെട്ടോ ഈ മരം? ഒരു എന്താ പറയുക നല്ല വൈബ് ചിത്രമാണ്. റൈറ്റും ലെഫ്റ്റുമായിട്ട് 2 ചിത്രങ്ങളാണ് വരച്ചേക്കുന്നത് ഫ്രണ്ടിൻ്റെ സിറ്റ് ഔട്ടിൽ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് കാണിച്ചു ഞങ്ങൾ ചിത്രം കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിട്ടുണ്ട്. പ്രിയപ്പെട്ട ആർട്ടിസ്റ്റ് അശോകൻ കുറ്റിപ്പുറമാണ് ഇതൊക്കെ വരച്ചത്. ഞാൻ മുപ്പരെ കയ്യാളായിട്ട് ഇതിങ്ങനെ കൂടെ നിന്ന് സഹായിച്ചതിനുള്ളൂ. വരവിലും ആട്ടപരമായ കാര്യത്തിലും ആർട്ടിസ്റ്റ് അശോകൻ കുറ്റിപ്പുറം പൊളിയാണ്. ആർട്ടിസ്റ്റ് അശോകൻ്റെ ചിത്രങ്ങൾ ഇതാ നമ്മുടെ വീട്ടിനകത്ത് വളരെ സൂപ്പറായിട്ട് വരച്ചിട്ടുണ്ട്. ഓക്കെ, ഇത് ഞങ്ങൾ സിറ്റിംഗ് റൂമാണത്, ലിവിംഗ് റൂമാണത്. ഓക്കെ, ഇങ്ങനെയുണ്ട്. ഈ മതിൽക്കെട്ടും പൂക്കളും ചെടികളൊക്കെ ഉഷാറല്ലേ. ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ കാണിച്ചിരുന്നു, കാണാത്തവർക്ക് വേണ്ടി ഇത് കാണിക്കാതെ മാത്രം. പെരുന്നാൾ 1ാം പെരുന്നാൾ ഇങ്ങനെ രാത്രിയായി, വെളുപ്പിൽ 2ാം പെരുന്നാളിനെ സ്വാഗതം ചെയ്തുകൊണ്ട് ഇപ്പോൾ ഇത് ഷൂട്ട് ചെയ്യുമ്പോൾ രാത്രി 1:45. ഞങ്ങൾ ടർഫിൽ കളി ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വന്നു അങ്ങനെ അടിപൊളിയായിട്ട് വീട്ടിൽ വന്ന് കയറിയുള്ളൂ. ഇത് പിന്നെ ആർട്ടിസ്റ്റ് അശോകൻ്റെ മറ്റൊരു മാന്ത്രിക കൈ കൊണ്ട് ഉണ്ടാക്കിയതാണ്. ഓക്കെ, എന്തായാലും ഇത് ഞങ്ങളെ വാഷിംഗ് ബേസിൻ്റെ ഏരിയയാണ്, കണ്ടോ, അവിടെ മുപ്പര് ഇങ്ങനെ ചെയ്തേക്കുന്നതാണ്. ഓക്കെ, എന്തായാലും ഇഷ്ടപ്പെട്ടുണ്ടോന്ന് ഇരിക്കല്ലേ. അപ്പോൾ എന്തായാലും ഇടവേള റാഫി യൂട്യൂബ് ചാനൽ ആദ്യമായി കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. നിങ്ങൾ എന്ത് കമൻറ്റ് ഇതൊന്നും ഇട്ടേക്കണം. ഓക്കെ, നിങ്ങൾ മാത്രമാണ് എൻ്റെ കരുത്ത്. ഓക്കെ, അപ്പോൾ ഞാൻ ആ വീഡിയോസ് അവസാനിപ്പിക്കാൻ പോവാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഞങ്ങളുടെ വീട്ടിലെ വാച്ചിൽ ഇതാ 1:40 ഓക്കെ, വെളുപ്പിനുള്ള സമയമാണ്. ഞാൻ പറഞ്ഞ പെരുന്നാൾ ദിവസമായപ്പോൾ മക്കളെ കൊണ്ട് പുറത്തൊക്കെ പോയി പുറത്ത് ഫുഡൊക്കെ കഴിച്ചു സന്തോഷമായിട്ട് വീട്ടിലേക്ക് തിരിച്ചെത്തി. എനിവേ എല്ലാവർക്കും നന്മ നിറഞ്ഞ നല്ല ദിനങ്ങളായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. 2ാം പെരുന്നാൾ വരവേൽക്കുന്നു. ഓണവും പെരുന്നാളും ക്രിസ്മസും മറ്റെന്ത് ആഘോഷങ്ങളും നമ്മൾ മലയാളികൾ സ്നേഹപൂർവ്വം ഒരുമിച്ചാണ് ആഘോഷിക്കാറുള്ളത്. അപ്പോൾ എന്തായാലും മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടുന്നവരെ കേട്ടുമുട്ടുന്നവരെ വളരെ സ്നേഹത്തോടു കൂടി വൈൻഡപ്പ് ചെയ്യുന്നു. സ്നേഹപൂർവ്വം നിങ്ങളുടെ സ്വന്തം ഇടവേള റാഫി. ഞാൻ നേരത്തെ പറഞ്ഞ ഓർമ്മ ഉണ്ടല്ലോ, എനിക്ക് വേറെ പ്രൊമോട്ടർമാരാരില്ല. നിങ്ങൾ തന്നെ എന്നെ പ്രൊമോട്ട് ചെയ്യണം, നമ്മുടെ ചാനൽ പ്രൊമോട്ട് ചെയ്യണം. നിങ്ങൾ ചാനൽ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് മാത്രമാണ് ചാനലിപ്പോൾ നമുക്ക് എന്താ പറയുക നോട്ടിഫിക്കേഷനൊക്കെ ആയി തുടങ്ങി എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ ഒരു ചാനൽ ഇതിൽ നിന്ന് കിട്ടുന്നൊരു എന്താ പറയുക ഇൻകം എന്തുകൊണ്ട് വരുമാനത്തിനൊക്കെ അപ്പുറം നമ്മൾ വെച്ചാൽ എനിക്കിഷ്ടപ്പെട്ട കല, കൃഷി, യാത്ര എന്നാണ് നമ്മുടെ ചാനലിലെ കണ്ടൻറ്റ്, അറിയാലോ. അപ്പോൾ ഞാൻ കണ്ടത് കൗതുകമുള്ള കാഴ്ചകൾ, രസമുള്ള കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുക. എന്താ പറയുക നിങ്ങളതിനെ ഫുൾ സപ്പോർട്ട് ചെയ്യേണ്ടത്. ഓക്കെ, ഞാൻ തൊട്ട് മുമ്പ് ഇന്നലെ എന്ന് വേണ്ടി പറയണം, രാത്രി ഞാൻ ഞങ്ങളുടെ ടർഫിലെ ഫുട്ബോളുകളെ കിട്ടുന്ന ആളുകൾ കയറി കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. വളരെ സ്നേഹത്തോടു കൂടി നല്ലൊരു ശുഭരാത്രി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നന്ദി, നല്ല നമസ്കാരം, താങ്ക് യു, ബൈ.